നിലവിൽ ഊബർ ഓടുന്ന ആൾക്കാർക്കും ഊബർ ഓടാൻ വരുന്ന ആൾക്കാർക്കും പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവർക്കും സംശയങ്ങൾ ഒരുപാടുണ്ട്. റൂം, ഫുഡ്, അതുപോലെ തന്നെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലം, പിന്നെ CNGന്റെ കാര്യങ്ങള്, വണ്ടി എടുക്കാൻ എന്തൊക്കെ വേണം, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ എല്ലാം ക്ലിയർ ചെയ്യാണ്. എന്തൊക്കെ വേണ്ട വെച്ചാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ്, പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ ഒരു കോപ്പി, പിന്നെ നമ്മുടെ സുഹൃത്ത് ആധാർ കാർഡിന്റെ ഒരു ഫോട്ടോയും, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മൊബൈൽ നമ്പറും വേണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഓഫർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 6000 രൂപയുടെ ഓഫറുകളാണ്. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. 6000 രൂപയുടെ ഓഫറാണ്. ആ ഓഫറിൽ ഏതെങ്കിലും ഒന്നിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ CNG അടിക്കാൻ നവകാട്ടി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മളെ തൊട്ടടുത്തുള്ള CNG പമ്പുകളെ കുറിച്ച്. ആ പമ്പിലേക്ക് പോയി CNG അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ പെട്രോളും അടിച്ചിടണം. അതുപോലെ തന്നെ ടോളും റീചാർജ് ചെയ്തിടണം. ടോൾ റീചാർജ് ചെയ്യുന്ന പൈസ നമുക്ക് വീക്കെൻഡ് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടും. നമ്മൾ എത്രയാണോ ടോൾ റീചാർജ് ചെയ്തത് അത് ആപ്ലിക്കേഷനകത്ത് ഉണ്ടാവും. കസ്റ്റമർ ആയിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്ന വഴിക്ക് ടോൾ കട്ടായിട്ടുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ ആപ്ലിക്കേഷനകത്തേക്ക് ആടാവും. ആ പൈസ നമുക്ക് ഊബർ നമുക്ക് ഇങ്ങോട്ട് തരും. എല്ലാ വീക്കെൻഡും നമ്മുടെ വണ്ടിയുടെ റെന്റ് കൂട്ടുന്ന സമയത്ത് എത്രയാണെന്ന് കൂട്ടുന്ന സമയത്ത് അത് കുറച്ചിട്ടായിരിക്കും നമുക്ക് വാടക വരിക. പെട്രോൾ അടിച്ചിട്ടുണ്ടോ? കാര്യം വണ്ടി പെട്രോളിലാണ് വണ്ടി സ്റ്റാർട്ട് ആവുക. അതിനുശേഷം ഓട്ടോമാറ്റിക് CNGയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെട്രോളും നിർബന്ധമായിട്ട് നമ്മൾ അടിച്ചിടണം, ടോളും റീചാർജ് ചെയ്തിടണം. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യം നമ്മൾ ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒക്കെ എന്താ ചെയ്യാനാണ്. ഇവിടെ അധികം പബ്ലിക് ടോയ്ലറ്റുകളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. നമ്മുടെ ഗൂഗിളിനകത്ത് അല്ലെങ്കിൽ മാപ്പിനകത്ത് നിയർ ബൈ പബ്ലിക് ടോയ്ലറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പബ്ലിക് ടോയ്ലറ്റിലേക്കുള്ള ലൊക്കേഷൻ കിട്ടും. അങ്ങോട്ടേക്ക് പോവാം. പിന്നെ അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് നമ്മൾ പബ്ലിക് ടോയ്ലറ്റിന്റെ ഒക്കെ ലൊക്കേഷൻ വിട്ടിട്ടുണ്ട്. ക്രോം എടുത്ത് അതിനകത്ത് നിന്ന് നോക്കുക ഏതാണ് നമുക്ക് അടുത്തുള്ള പബ്ലിക് ടോയ്ലറ്റ്, അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. പിന്നെ ഉറങ്ങുന്ന സ്ഥലങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നമുക്ക് എവിടെയാണ് സേഫ് ആയിട്ട് ഉറങ്ങാൻ പറ്റാൻ. അധികവും ഏതെങ്കിലും പെട്രോൾ പമ്പിനോട് അടുപ്പിച്ച് വണ്ടി സൈഡാക്കി കിടന്നുറങ്ങാൻ ശ്രമിക്കുക. കാര്യം റൂം ഉണ്ടെങ്കിൽ നമ്മൾ റൂമിൽ എത്താൻ സാധ്യതയില്ല. റൂമില്ലാത്ത ആൾക്കാരുണ്ടാവും, വണ്ടി കിടന്നുറങ്ങുന്ന ആൾക്കാർ. എല്ലാം പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം പബ്ലിക് ടോയ്ലറ്റ് അടുത്ത് വണ്ടി നിർത്തുക, അതല്ലെങ്കിൽ ഏതെങ്കിലും പമ്പിന്റെ അടുത്ത് വണ്ടി നിർത്തുക. ആളില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും വണ്ടി നിർത്തി കിടന്നുറങ്ങരുത്. നമ്മുടെ ഫോണ്, അതുപോലെ തന്നെ പൈസ, എല്ലാ സാധനങ്ങളും വണ്ടിക്കകത്തുണ്ടാവും. നമ്മളെ ഉപദ്രവിച്ചില്ലെങ്കിലും അവരുള്ള സാധനം എടുത്തിട്ട് അവർ പോവും. നമുക്കറിയില്ല ആരാണ് എടുത്ത് എന്താണ് എടുത്തതെന്നൊക്കെ. പക്ഷെ വേറൊരു വണ്ടിയുടെ അടുത്താകുമ്പോൾ ആരും മോഷ്ടിക്കാനൊന്നും വരില്ല. നമുക്ക് സേഫ് ആണെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ഒച്ചപ്പാടി ഉണ്ടെങ്കിൽ മറ്റുള്ള ഡ്രൈവർമാരും കൂടെ ഒന്ന് വരും. അതുകൊണ്ട് നമ്മൾ ആളുള്ള സ്ഥലത്ത് തന്നെ വണ്ടി നിർത്തി കിടന്നുറങ്ങാൻ ശ്രമിക്കുക. വണ്ടിക്ക് റെന്റ് എത്രയാണ് വരുന്നത്, കാര്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. വണ്ടിക്ക് വീക്കിലി റെന്റ് വരുന്ന ഓപ്ഷനാണ്. ആ ഒരു ഓഫർ വഴി നമ്മൾ എടുക്കുകയാണെങ്കിൽ 6000 രൂപ കൊടുത്ത് വീക്കിലി റെന്റിന്റെ ഓഫർ എടുക്കുകയാണെങ്കിൽ 75 ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 രൂപയാണ് റെന്റ് വരിക. ഇതിന് പുറമെ നമുക്ക് ഊബർ ഓടാൻ 400 രൂപ നമ്മൾ കൊടുക്കണം ഊബറിന്. അതായത് 3 ദിവസത്തേക്ക് നമുക്ക് 400 രൂപയാണ് ചെലവ് വരുന്നത്. അൺലിമിറ്റഡ് ആയിട്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഓടാം. ആ ഒരു ഓഫറാണ് ഇപ്പൊ നിലവിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി അൺലിമിറ്റഡ് പാക്കും ഉണ്ട്. അതിനും എക്സ്ട്രാ വേറെ പൈസ വരും. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യാം. 4 ദിവസത്തേന് ഏറ്റവും ബെറ്റർ. അതാണ് എല്ലാവരും ഉപയോഗിക്കുന്നതും. അത് തന്നെ തിരഞ്ഞെടുക്കുക. ഈ വണ്ടിന്റെ റെന്റിന് പുറമെ ഇത് എക്സ്ട്രാ വരുന്ന പൈസയാണ്. ഇതിന് പുറമെ തന്നെ നമുക്ക് വേണ്ടി ഇൻഷൂർ എടുക്കുന്നുണ്ട്. വണ്ടീന്റെ മുകളിലല്ലാതെ നമുക്ക് വേണ്ടി ഇൻഷൂർ എടുക്കുന്നുണ്ട്. വണ്ടി ഓടുന്ന ദിവസങ്ങളിൽ 30 രൂപയാണ് ഇൻഷൂർ വരിക. വണ്ടിയും കൊണ്ട് പോകുന്നതാണ് എന്തെങ്കിലും അപകട കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടുകാർക്കൊരു സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സുഹൃത്തിന്റെ നമ്പറോടെ വാങ്ങിച്ചു വെക്കുന്നതും നമ്മൾ എന്തെങ്കിലും ആവശ്യ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സിംഗിൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. 24 മണിക്കൂർ നേരത്തേക്ക് വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോഴത്തെ ഓഫർ 6000 രൂപയാണ്. ഊബർ മാത്രം ഓടുന്നത് 6000 രൂപയാണ്. പിന്നീട് 500 വെച്ച് 10 ദിവസം കൊണ്ട് 5000 രൂപ അടച്ച് ക്ലോസ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 11000 രൂപ നമ്മുടെ പൈസ കമ്പനിയിലുണ്ടാവും. 90 ദിവസം കഴിഞ്ഞ് നിർത്തി പോകുന്ന വഴിക്ക് ആ പൈസ വാങ്ങിയിട്ട് പോവാം. 9000 സംതിങ് രൂപ നമുക്ക് തിരിച്ചു വാങ്ങിയിട്ട് പോവാം. 1000 ചില്ലറ രൂപ അവിടെ പ്രോസസിംഗ് ചാർജ് ആയിട്ട് പിടിക്കും. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും.